മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള പരിണാമം. അങ്ങനെ ആ വർഷം മുതൽ ഇല്ലത്തെ മുറ്റത്ത് ഭക്തിനിർഭരമായ തിറ മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. രാവിലെ ഗണപതിഹോമം വിഘ്നങ്ങൾ നീങ്ങാനായി. പുലർച്ചെ തന്നെ ഗണപതിഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. മന്ത്രോച്ചാരണങ്ങളാൽ അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെട്ടു. മറ്റ് പ്രധാന പൂജകൾക്ക് ശേഷം എല്ലാവരും കാത്തിരുന്ന ആ പ്രധാന ചടങ്ങിലേക്ക് കടന്നു. അരിച്ചാർത്തൽ. അടയാളം നൽകൽ, പരിവർത്തനത്തിന്റെ നിമിഷം. ഓരോ ദേവന്മാരുടെയും കോലം കെട്ടിയാടേണ്ടവർ വ്രതശുദ്ധിയോടെ അണിനിരന്നു. വെള്ളമുടുത്തു നിൽക്കുന്ന ആ കോലധാരികളുടെ കഴുത്തിൽ ദേവന്റെ മുദ്ര പതിപ്പിച്ച താലി അണിയിക്കുന്നു. ഈ താലി കഴുത്തിൽ വീഴുന്ന നിമിഷം മുതൽ അവർ വെറുമൊരു മനുഷ്യരല്ല, അവർ ദൈവത്തിന്റെ പ്രതിനിധികളാണ്. അവരുടെ ദേഹത്ത് ദൈവിക ചൈതന്യത്തിന്റെ ആദ്യ സ്പർശം ഏൽക്കുന്ന നിമിഷമാണിത്. നിയമങ്ങൾ. അടയാളം സ്വീകരിച്ച നിമിഷം മുതൽ അവർക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ബാധകമാണ്. അമ്പലത്തിന്റെയോ ഇല്ലത്തിന്റെയോ അതിർത്തി വിട്ട് പുറത്തുപോകാൻ പാടില്ല. ഉത്സവം പൂർത്തിയാക്കി ആ താലി, അടയാളം തിരികെ സമർപ്പിക്കുന്നതുവരെ അവർ പൂർണ്ണമായും ദൈവിക ചിന്തകളിലായിരിക്കണം. അരിച്ചാർത്തൽ ചടങ്ങ് കഴിയുന്നതോടെ നാട് മുഴുവൻ ഭക്തിയുടെയും കാത്തിരിപ്പിന്റെയും